റമളാൻ വരികയാണ്. മണിക്കൂറുകൾ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരമാകുമ്പോ എല്ലാവരും റമളാനിനെ പ്രതീക്ഷിക്കുകയാ. എൻ്റെ സഹോദരങ്ങളോട് പറയുകയാണ്, ആ ദിവസം നിങ്ങൾ മറന്നു പോകരുത്. ഒന്നാമത്തെ തറാവീഹ് നിസ്കരിക്കുന്ന ദിവസം മറക്കരുത്. അന്നത്തെ പോലെ പ്രതിഫലം വേറെ ഒരു ദിവസമില്ല. കാത്തിരിക്കണേ. മഗ്രിബ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉളുവെടുത്തിട്ട് കാത്തിരിക്കുകയാണ്. നാളെ റമളാനാണോ, നാളെ റമളാനാണോ? 2 മാസമായി കാത്തിരിക്കുകയാ. പടച്ചവൻ ബഹുമാനിച്ച മാസമാ റമളാൻ. തൗറാത്ത് ഇറങ്ങിയത്, ഇഞ്ചീൽ ഇറങ്ങിയത്, പടച്ചവനെ സബൂർ ഇറങ്ങിയത്, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് റമളാൻ മാസത്തിലാ പെങ്ങളെ. അല്ലാഹ് മാദരിച്ച മാസമാണ് റമളാൻ. അതാ പടച്ചവനെ ശുഹ്റു റമളാനല്ലദീ ഉൻസില ഫീൽ, അതാ ഖുർആൻ പറഞ്ഞല്ലോ, ശഹദാ റമളാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. ആ റമളാനിനെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരനെ സ്വീകരിക്കുന്നു. വീട്ടിലേക്ക് വരുന്ന വിരുന്നുകാരന് എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? അതുപോലെ റമളാനിനെ സ്വീകരിക്കണം. പടച്ചവനെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ടിവിക്കകത്ത് എഴുതി കാണിക്കുന്നത് നാളെ റമളാനാണ്. പള്ളിയിൽ വിളിച്ചു പറയുന്നു നാളെ റമളാനാണ്. കേട്ട ഉടനെ എന്ത് ചെയ്യണമെന്നറിയുമോ? പറയണം അൽഹംദുലില്ലാഹ്, റമളാൻ വന്നല്ലോ അല്ലാ, റമളാൻ വന്നല്ലോ അല്ലാ, എൻ്റെ ആയുസ് നീട്ടി തന്നല്ലോ അല്ലാ. ഒരു റമളാനിലേക്ക്, ഒരു റമളാനിൽ കൂടെ പങ്കുചേരാൻ എനിക്ക് ആയുസ് തന്നല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് വീട്. ഉമ്മാ സുജൂദിലേക്ക് വീട്. പ്രത്യേകത എന്തെന്നറിയുമോ? ആ സമയത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? ഈ ലോകം മുഴുവൻ വടക്ക് ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ലോകത്തിന്റെ ദിവനായ പടച്ച റബ്ബുണ്ടല്ലോ, അല്ലാഹു നോക്കുകയാണ്. ആരാ ബഹുമാനിക്കുന്നത്? ആരാ സന്തോഷിക്കുന്നത്? ആരാ റമളാനിനെ സ്വീകരിക്കുന്നത്? അല്ലാഹു ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണ്. ആ നോട്ടമെങ്ങാനും ഏതെങ്കിലും ഒരു പെണ്ണിന് കിട്ടിയാൽ, ആ നോട്ടമെങ്ങാനും ഏതൊരു മനുഷ്യന് കിട്ടിയാ, ലം യുഅദ്ദിബുഹു അബദാ, അല്ലാഹു ഒരു കാലത്തും ആ മനുഷ്യനെ ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. റമളാനാണോ എന്നിങ്ങനെ നോക്കിയിരിക്കണം. അപ്പോഴാരോ പറയുന്നു നാളെ റമളാൻ ഒന്നാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരൊറ്റ സുജൂദ് ശുക്റിൻ്റെ. അപ്പോഴേ ഒരു ശുക്റിൻ്റെ സുജൂദ്. അള്ളാഹു ഇങ്ങനെ നോക്കും. ആരൊക്കെയാ സന്തോഷിക്കുന്നത്? ആരൊക്കെയാ റമളാനിനെ സ്വീകരിക്കണേ? അള്ളാഹുവെ, ആ റമളാൻ സ്വീകരിച്ചവരെ റബ്ബ് നോക്കും. ആ നോട്ടം എനിക്കോ നിങ്ങൾക്കോ കിട്ടിയ പിന്നെ നീ പേടിക്കണ്ട. ഒരിക്കലും അള്ളാഹു നിന്നെ നരകത്തിലിടൂല. ഒരിക്കലും അള്ളാഹു നരകത്തിൻ്റെ തീ നിന്നെ തൊടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത് അന്ന് മാത്രമേ കിട്ടൂ. 2ാമത്തെ ദിവസം വേറെ. അത് 1ാമത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഒന്നുകിൽ ചൊവ്വാഴ്ച മഗ്രിബ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ബുധനാഴ്ച വൈകുന്നേരം ഉറപ്പാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ടവരെ കാത്തിരിക്ക്. റബ്ബിനോട് ദുആ ചെയ്. വിചാരിക്കണം റമളാൻ വരാൻ നോമ്പ് പിടിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് റബ്ബിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്ത് നമുക്ക് കാത്തിരിക്കാം. അള്ളാഹു നമുക്ക് ഈ പരിശുദ്ധമായ റമളാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മൾ പേടിക്കണം ചങ്ങായിമാരെ. റമളാൻ നമ്മളിലേക്ക് കടന്നു വരുന്നു. റമളാൻ നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് നോമ്പ് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് തറാവീഹ് നിസ്കരിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. റമളാനിലെ ഒരു നോമ്പിന് പകരം ഒരു കൊല്ലം നോമ്പ് പിടിച്ചാൽ പകരാവോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ? റമളാനിലെ ഒരു നോമ്പിന് പകരം ഒരു കൊല്ലമല്ല, ജീവിതകാലം മുഴുവനും നോമ്പ് പിടിച്ചാൽ ആ നോമ്പിന് പകരമാവില്ല. അതാ നോമ്പിൻ്റെ പ്രതിഫലം എന്താ അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. ഉസ്താദന്മാർ പറയും നോമ്പ് പിടിക്കുന്നവനെ റയ്യാൻ എന്ന് പറയുന്ന വാതിൽ വിളിക്കുന്നു. അതൊന്നും അല്ല പ്രതിഫലം. റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നതിൻ്റെ പ്രതിഫലം അള്ളാഹ്ക്കേ അറിയത്തുള്ളൂ. എന്താന്ന് ഞങ്ങൾക്കൊന്നും അറിയില്ല. അള്ളാഹുവിന് മാത്രമേ അറിയൂ റമളാനിൽ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്ന്. അള്ളാഹു പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ.
അള്ളാഹു 30 ദിവസവും നോമ്പ് പിടിക്കാനുള്ള ഭാഗ്യം തരണേ പടച്ചോനെ. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാനെ. ദുആ ചെയ്യണം. എന്തിനാ താത്ത ഈ റമളാനിന് 2 മാസം മുമ്പേ ദുആ ചെയ്യുന്ന എന്തിനാ? നീ നിൻ്റെ ഉമ്മ നോക്കിയ, നിൻ്റെ ഉമ്മ റജബ് മാസം വന്നപ്പോൾ തന്നെ വീട് വൃത്തിയാക്കി, ചിലന്തി വലയൊക്കെ അടിച്ച് കളഞ്ഞു, ആവശ്യമില്ലാത്തതൊക്കെ എടുത്ത് കത്തിച്ച് കളഞ്ഞു, വീടിൻ്റെ പരിസരം മുഴുവനും വൃത്തിയാക്കി. നീ ചോദിച്ചു ഉമ്മ കല്യാണം വല്ലതും ഉണ്ടോ? ഇല്ലടി മോളെ, റമളാൻ വരുന്നടി. നിൻ്റെ ഉമ്മ റജബ് വന്നപ്പോഴേ വീടും പരിസരവും വൃത്തിയാക്കി. ശഅബാൻ 26 നീ എന്തേ ഒരുങ്ങിയിട്ടുള്ളേ? നാളെ കഴിഞ്ഞ് മറ്റേനാൾ സംശയത്തിൻ്റെ ദിവസമാണ്. ചൊവ്വാഴ്ച രാത്രി ചിലപ്പോൾ തറാവി ഉണ്ടാകും, ബുധനാഴ്ച നോമ്പായിരിക്കും, അല്ലെങ്കിൽ വ്യാഴാഴ്ച നോമ്പാ. നീ എന്തൊരുങ്ങി? വീടും പരിസരം ഒരുക്കണ്ട, നീയെങ്കിലും ഒന്ന് ഒരുങ്ങിയോ? നീ വീട് ഒരുക്കണ്ട, പരിസരം ഒരുക്കണ്ട, നിന്റെ വീട് പരിസരം നീയെങ്കിലും ഒന്ന് ഒരുങ്ങിയോ? ഇത് നമ്മൾ അലിക്കണം. നമ്മളിങ്ങനെ പൊട്ടന്മാരെ പോലെ നടക്കാം. ചൊവ്വാഴ്ച വിളിച്ചു പറയുന്നു നാളെ നോമ്പാന്ന്. പണ്ടാരെങ്കിൽ എത്തിയില്ലേ അപ്പ? അതാ ചിന്ത. നീ എത്തി, നീയിപ്പോൾ നോമ്പ് പിടിക്കണം, പഴയതുപോലൊന്നും പറ്റൂല. നമുക്കൊന്നും നോമ്പില്ലടോ. ഓരോന്നൊക്കെ നോമ്പ് മുറിക്കുന്ന സമയത്ത് കണ്ടു കഴിഞ്ഞാൽ പകല് മുഴുവനും പട്ടിണി ഇരുന്നതിൻ്റെ പ്രതികാരമാണ്. അങ്ങനത്തെ തീറ്റി അതിനെ. സാധാരണ റമളാൻ കഴിയുമ്പോൾ തടി കുറയും, ഇപ്പം റമളാൻ കഴിയുമ്പോൾ തടി കൂടുക. അത്രയ്ക്കും തീറ്റിയാണ്. എന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തെരുമാറാകട്ടെ. മാതാപിതാക്കൾക്കും മക്കൾക്കും ഫിത്നയാണ്, അവർക്ക് സങ്കടമാണ്, അവർക്ക് നാശമാണ്, അവർക്ക് ദുരിതമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾ കാരണം ഇന്നത് എൻ്റെ മകനാണെന്ന് പറയാൻ മാതാവും പിതാവും നാണിക്കുന്നു. മക്കൾ കാരണം ജീവിച്ചിരുന്ന കാലത്ത് നല്ലവരായി ജീവിച്ചവർ മക്കൾ കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിച്ച് നടക്കുന്നൊരവസ്ഥ. മക്കൾ കാരണം വല്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. എല്ലാവരും ചോദിക്കുകയാണ്, ഉസ്താദേ ഇനി എന്താണ് ചെയ്യേണ്ടത്? മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന മക്കളുണ്ടല്ലോ, വാപ്പാനെ തല്ലാൻ കൈപൊക്കുന്ന, ഉമ്മയെ ചീത്ത പറയുന്ന ഒരുപാട് മക്കളുണ്ടല്ലോ. ഉമ്മാനോട് കടിച്ചു കീറുകയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവൾ, അവളോടെങ്ങാണ് മാതാവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവൾ കടിച്ചു കീറുകയാണ്. ഉമ്മയുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ ഉമ്മയോടെങ്ങാണ്, ഉമ്മ മക്കളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, വാപ്പ മക്കളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദേഷ്യപ്പെടുകയാണ്, വീട്ടിൽ നിന്നിറങ്ങി പോവുകയാണ്, കയ്യിൽ കിട്ടുന്നത് എടുത്തു വലിച്ചെറിയുകയാണ്. മക്കൾ കാരണം സങ്കടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, ഈ മക്കൾ ഇങ്ങനെയാകാനുള്ള കാരണം എന്താണോ? ഈ മക്കളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, മക്കളെ മാത്രം പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ആ മക്കൾ ഇങ്ങനെയാകാനും നിങ്ങളും ഒരു കാരണക്കാരാണ്. മക്കളിങ്ങനെ തലതിരിഞ്ഞു പോകാൻ നമ്മൾ ഓരോരുത്തരും കാരണക്കാരാണ്. നമ്മളുടെ പിഴവുകൾ തിരുത്തണമല്ലോ, നമ്മുടെ പോരായ്മകൾ നമ്മൾ തിരുത്തണമല്ലോ. പടച്ചവനെ, മക്കളെ വളർത്തേണ്ട രീതിയിലാണ് വളർത്തേണ്ടത്. എങ്ങനെയാണോ മക്കളെ വളർത്തേണ്ടതെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഖുർആൻ പറയാത്തതൊന്നുമില്ലല്ലോ, അള്ളാന്റെ ഖുർആൻ പറയാത്തതൊന്നുമില്ലല്ലോ. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടതെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറഞ്ഞു തരികയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതുന്നവരാണല്ലോ. 114 സൂറത്തുകൾ, 6600 പരം വരുന്ന ആയത്തുകൾ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഓരോ പേജുകളും എടുത്തു നോക്കുമ്പോ, ഓരോ അധ്യായങ്ങൾ എടുത്തു നോക്കുമ്പോ ഒരുപാട് ചരിത്രങ്ങൾ കാണാം, ഒരുപാട് സംഭവങ്ങൾ കാണാം. മുൻഗാമികൾക്ക് അള്ളാഹു കൊടുത്ത അദാബുകളെ കുറിച്ച് പറയുകയാണ്. പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ചരിത്രം അള്ളാഹു പറയുന്നുണ്ട്. ഒരു ചരിത്ര പുസ്തകമല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. പിന്നെ എന്തിനാണ് അള്ളാഹു നമുക്കൊക്കെ കഥ? നമുക്കെല്ലാം നന്നാകുന്നതിനും കണ്ടുപഠിക്കുന്നതിന് വേണ്ടി അള്ളാഹു ഇറക്കി തന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അതിനകത്ത് ഒരുപാട് ചരിത്രങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു തന്നെ പറയുകയാ, അഹ്സനുൽ ഖസസ്, ഏറ്റവും മനോഹരമായ ഒരു ചരിത്രം, ഏറ്റവും മനോഹരമായ ഒരു ചരിത്രം. അള്ളാഹു തന്നെ പറയുന്നു, ഏറ്റവും മനോഹരമായ ഒരു ചരിത്രമാണ്. ഒരു പ്രവാചകന്റെ ചരിത്രം അള്ളാഹു പറഞ്ഞു തരികയാ.
ഒരു പ്രവാചകന്റെ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു തന്നെ പറയുന്നു ഏറ്റവും മനോഹരമായ ചരിത്രം ആരുടെ ചരിത്രമാണെന്നറിയോ? ഒരു വാപ്പാടെ ചരിത്രമാ പെങ്ങളെ, ഒരു പിതാവിന്റെ ചരിത്രം അല്ലാഹു പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഒരു പിതാവിന്റെ ചരിത്രം പറയുകയാ. ആ പിതാവ് ആരെന്നറിയുമോ? മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, 2-3 മക്കളല്ലേ നിനക്കുള്ളൂ. അവരെ തന്നെ എങ്ങനെ വളർത്തണമെന്ന് നിനക്കറിയുന്നില്ല. നീ സങ്കടപ്പെടുകയാണ്. വാപ്പാ, യാക്കൂബ് നബിക്ക് 1-2 മക്കളല്ല, 12 മക്കളുണ്ടായിരുന്നു. 12 മക്കളുടെ വാപ്പയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. 12 മക്കളെ വളർത്തിയ വാപ്പയാണ്. പടച്ചവനെ, എങ്ങനെയാണ് വളർത്തിയതെന്നറിയുമോ? യാക്കൂബ് നബിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? പാരമ്പര്യമായി പ്രവാചക തലമുറയാണ്, പ്രവാചകന്മാരുടെ തലമുറയാണ്. യാക്കൂബ് നബിയുടെ വാപ്പയാണ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം. പടച്ചവനെ, അവിടെ ഇങ്ങനെ പരമ്പര പഠിച്ചു നോക്ക്. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മുകളിലോട്ടുള്ള പരമ്പര എങ്ങനെയാണ്? ഇനി താഴേക്ക് പരമ്പര തെരഞ്ഞു നോക്കിയ യൂസുഫ് നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം, മറിയം ബീബി റളിയല്ലാഹു തആല അൻഹാ, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. പടച്ചവനെ, തലമുറകൾ പടച്ചവനെ വല്ലാത്ത ക്വാളിറ്റിയുള്ള പരമ്പരയാ. ആ യാക്കൂബ് നബിയുടെ ചരിത്രം അല്ലാഹു പറയുകയാണ്. എങ്ങനെയാണ് 12 മക്കളെ വളർത്തിയത്? എങ്ങനെയാണ് 12 മക്കളെ വളർത്തിയത്? ഒരു വാപ്പ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണമെന്നറിയോ? യാക്കൂബ് നബിയുടെ ജീവിത ചരിത്രം എടുത്ത് വായിച്ചു നോക്കുമ്പോൾ യാക്കൂബ് നബിയുടെ ചരിത്രത്തിൽ നിന്ന് പഠിക്കാൻ ഒരുപാട് പാഠമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയുമോ? ആ 12 മക്കളെ വളർത്തിയ യാക്കൂബ് നബിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്തെന്നറിയോ? യാക്കൂബ് നബിക്കൊരു സ്വഭാവമുണ്ടായിരുന്നു. നമ്മളിൽ അധികം പേർക്കും ഇല്ലാത്ത ഒരു സ്വഭാവം. ഒരു സ്വഭാവം. എന്താണ് യാക്കൂബ് നബിയുടെ സ്വഭാവം എന്നറിയോ? ഇടയ്ക്കിടയ്ക്ക് തന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് ഉപദേശിക്കുമായിരുന്നു. യാക്കൂബ് നബിയുടെ പ്രത്യേകതയാണ് തന്റെ മക്കളെ ഉപദേശിക്കുമായിരുന്നു. തന്റെ മക്കൾക്ക് എന്താണ് ഉപദേശം കൊടുക്കുന്നത്? വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയഅകൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് അവർക്ക് കൊടുത്ത ഉപദേശം എന്തെന്നറിയോ? മക്കളെ, ജീവിതമെന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതല്ല, അടിച്ചു പൊളിക്കാനുള്ളതല്ല, തോന്നുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല. യാക്കൂബ് നബി പറയുന്നു, മക്കളെ, നിങ്ങൾക്കൊരു മതമുണ്ട്, നിങ്ങൾ മതമനുസരിച്ച് വേണം ജീവിക്കാൻ. നിങ്ങൾക്കൊരു ദീനുണ്ട്, ആ ദീന് മുറുകെ പിടിച്ചിട്ട് വേണം നിങ്ങൾ ജീവിക്കാൻ. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ കഴിയില്ല. അതാ യാക്കൂബ് നബി തന്റെ മക്കളോട് പറയുകയാണ്, നിങ്ങൾ ദീനനുസരിച്ച് വിട്ട് വേണം ജീവിക്കാൻ. നിങ്ങൾക്കൊരാദർശമുണ്ട്. വാപ്പ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മക്കളെ, നിങ്ങൾക്കൊരാദർശമുണ്ട്, ആ ആദർശം മുറുകെ പിടിച്ചിട്ട് വേണം ജീവിക്കാൻ. അങ്ങനെ ജീവിച്ചാലേ നിങ്ങൾ മുസ്ലിമായിട്ട് മരിക്കുകയുള്ളൂ. യാക്കൂബ് നബി തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒന്നാമത്തെ ഉപദേശം അത് ആദർശമായിരുന്നു. തന്റെ മക്കളെ ഇടയ്ക്കിടയ്ക്ക് ഉപദേശിക്കുമായിരുന്നു. പടച്ചവരെ, അവസാനം മരണമെടുത്തു വന്നപ്പോ, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മരണം അവിടെ നടത്തു വന്നപ്പോ യാക്കൂബ് നബി അപ്പോഴും
12 മക്കളെ അടുത്ത് വിളിക്കുകയാണ്. തൻ്റെ 12 മക്കളെ അടുത്ത് വിളിച്ചു. എന്നിട്ടും മരണം സമയമായപ്പോ, മരണമെടുത്തപ്പോ അപ്പോഴും യാക്കൂബ് നബി അവിടെ നിന്ന് ഉപദേശിക്കുകയാ. എന്താണ് കൊടുത്ത ഉപദേശമെന്നറിയുമോ? അം കുന്തും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദീ. യാക്കൂബ് നബി തന്റെ മരണമെടുത്ത സമയത്ത് തന്റെ പൊന്നാര മക്കളെ വിളിച്ചടുത്തിരുത്തിയിട്ട് യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് 12 മക്കളോട് ചോദിക്കുകയാണ്, മക്കളെ ദീൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ആദർശം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ആരെയാണ് ആരാധിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വാപ്പയുടെ മരണമെടുത്തിരിക്കുകയാണ്. മാ തഅബുദൂന മിൻ ബഅദീ. ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? ചോദ്യം ചോദിച്ചിട്ട് മക്കളെ കൊണ്ട് തന്നെ മറുപടി പറയിപ്പിക്കുകയാണ്. വാപ്പ മരിച്ചാ നിങ്ങൾ ആരെ ആരാധിക്കും? നിങ്ങളുടെ നാവ് കൊണ്ട് പറയാൻ യാക്കൂബ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ചോദിക്കുമ്പോ മക്കൾ പറഞ്ഞ മറുപടി എന്താ? ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ് ഇലാഹൻ വാഹിദാ. മക്കള് പറഞ്ഞു കൊടുത്ത ഉപദേശം എന്തെന്നറിയോ? മക്കളെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞ മറുപടി എന്താ? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഇസ്ഹാഖ് നബിയും. പടച്ചവനെ, നമ്മളുടെ ഉപ്പാപ്പമാര് അവർ ഏത് റബ്ബിനെയാണോ ആരാധിച്ചത്, അവരേത് ആദർശമാണോ മുറുകെ പിടിച്ചത്, വാപ്പാ ഒരു ഭയവും വേണ്ട, ഒരു പേടിയും വേണ്ട, ഞങ്ങൾ ആദർശത്തിലാണ്, ആ ദീനാണ് ഞങ്ങൾ മുറുകെ പിടിക്കുന്നത്, അതേ ആശയത്തിലാണ് ഞങ്ങൾ മരിക്കുന്നത് വരെ ജീവിക്കുന്നത്. യാക്കൂബ് നബി ചിരിക്കുകയാ. അവിടെന്ന് പറഞ്ഞു അൽഹംദുലില്ലാഹ്. എന്തു പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോൾ ഈ വയല് കേൾക്കാം എന്ന വാപ്പയോട്, വാപ്പാ നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിന്റെ മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? ആദർശമെന്ന് പറയുന്നത് അമാനത്തല്ലേ? ആദർശമെന്ന് പറയുന്നത് അമാനത്തല്ലേ? അമാനത്തെന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും അറിയുമോ? അമാനത്തെന്ന് പറഞ്ഞാൽ എന്താണ്? പഠിക്കണം പെങ്ങളെ. ആദർശമെന്ന് പറയുന്നത് അമാനത്താ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഹജ്ജത്തുൽ വിദാഇന്റെ അവസാന പ്രഭാഷണത്തിൽ നബിതങ്ങൾ ലക്ഷോപലക്ഷം വരുന്ന സ്വഹാബത്തിനോട് നബിതങ്ങൾ അവസാനമായി പറഞ്ഞ വാക്കെന്താ? ബല്ലിഗ് അന്നീ വലൗ ആയാ. പാരമ്പര്യമായി നിന്റെ കയ്യിലും ദീൻ വന്നല്ലോ, നിന്റെ കയ്യിലും ആദർശം വന്നല്ലോ. ഈ ആദർശം നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണ്ട്, നിന്റെ ഭാര്യയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ട്, വരുന്ന തലമുറകൾക്ക് പകർന്നു കൊടുക്കണ്ട്. ഇത് അമാനത്താ, ഇത് അമാനത്താ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ആദർശം പഠിപ്പിച്ചു കൊടുക്കണം തൻ്റെ മക്കൾക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ഉസ്താദന്മാരുടെ പണിയാന്ന് നിങ്ങൾ വിചാരിച്ചോ? അല്ല. അമാനത്തെന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, സുബൈർ ഉസ്താദിന്റെ കയ്യിൽ ഞാനൊരു 10 രൂപയുടെ നോട്ട് കൊടുത്തു. ഒരു 10 രൂപയുടെ നോട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഉസ്താദ് ഇത് അമാനത്ത് വെച്ചോണം, ഞാൻ ചോദിക്കുന്ന സമയത്ത് തിരിച്ചു തരണം. ഒരു 10 രൂപയുടെ നോട്ടെടുത്ത് ഞാൻ ഉസ്താദിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പോയി. ഞാൻ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ആ പൈസ ചോദിക്കുമ്പോൾ ഏതെങ്കിലും 10 രൂപ എടുത്ത് തന്നിട്ട് കാര്യമില്ല. സുബൈർ ഉസ്താദ് ഏതെങ്കിലും ഒരു 10 രൂപ എടുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് കാര്യമില്ല. ഞാൻ കൊടുത്ത അതേ നോട്ട് തന്നെ എൻ്റെ കയ്യിൽ തരണം. അതാണ് അമാനത്ത്. ഇതാണ് അമാനത്ത് എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദർശം എന്ന് പറയുന്നത് നീ ഇങ്ങനെ ചുമ്മാതിരിക്കാനുള്ളതല്ല, അത് പകർന്നു കൊടുക്കണം. അത് നമ്മുടെ കടമയാ, നമ്മുടെ ബാധ്യതയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വീടിൻ്റെ അകത്ത് പോലും ആദർശം വ്യത്യസ്തമാണ്. ഒരു വീടിൻ്റെ അകത്ത് പോലും പടച്ചവനെ ഒരു വിഷയം വന്ന, എടാ ഇപ്പം റമളാൻ വരുന്നുണ്ട്, വാപ്പ നിസ്കരിക്കുന്നത് 20, മോൻ പറയുന്നു വാപ്പ 8, അവിടെ പോലും ഒരു യോജിപ്പില്ല. ഒരു വീടിൻ്റെ അകത്ത് പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ റജബ് 27 വന്നു, മിറാജിൻ്റെ രാത്രി നോമ്പുണ്ട്, മിറാജിൻ്റെ നോമ്പ് നമ്മൾ പിടിക്കും, ബറാഅത്തിൻ്റെ നോമ്പ് പിടിക്കും, വാപ്പ നോമ്പ് പിടിക്കും, മക്കൾ പിടിക്കൂല, അല്ലെങ്കിൽ ഭാര്യ പിടിക്കൂല. ഒരു വീടിൻ്റെ അകത്ത് പോലും നമുക്ക് ആദർശത്തിന് യോജിപ്പില്ല.
എന്തുകൊണ്ടാണ് സമസ്ത അൽഹംദുലില്ലാ ആദർശ സമ്മേളനം നമുക്ക് നടത്തുന്നല്ലോ? എന്താണ് ആദർശം പറയുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ സമുദായം 73 വിഭാഗമാകും. എൻ്റെ സമുദായം മുസ്ലിം വിഭാഗം 73 വിഭാഗമാകും മുസ്ലിമീങ്ങൾ. ആ 73-ൽ 72 വിഭാഗവും നരകത്തിലാണെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സമുദായം 73 വിഭാഗമാകും. ആ 73-ൽ 72 നരകത്തിൽ പോകും. ഒരേ ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പോകൂ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഈ നരകത്തിൽ പോകുന്നത് 72 വിഭാഗം, സ്വർഗത്തിൽ പോകുന്നത് ഒരു വിഭാഗം. ഈ ഒരു വിഭാഗം ആരാണെന്ന് ചോദിച്ചാൽ ഈ 73 വിഭാഗവും പറയും ഞങ്ങളാണെന്ന്. അതാ മനസ്സിലാക്കണ്ടേ. എടോ, ഈ 73 വിഭാഗവും ഈ നരകത്തിൽ പോകുന്ന 72 വിഭാഗവും പറയും ആ സ്വർഗത്തിൽ പോകുന്നത് ഞങ്ങളാ. ഉദാഹരണം പറഞ്ഞ, ഒരു ദിവസം 2 വഖത്ത് നിസ്കാരമേ ഉള്ളൂ എന്ന് പറയുന്നവരും ലോകത്ത് ജീവിക്കുന്നുണ്ട്. അവർക്ക് 5 വഖത്ത് നിസ്കാരമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രഭാതത്തിലും പ്രദോഷത്തിലും മാത്രമേ നിസ്കാരമുള്ളൂ എന്ന് പറയുന്ന മുസ്ലിമീങ്ങളുണ്ട്. അവരും പറയുന്നത് ഞങ്ങൾ മാത്രമേ പോകൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ല, ദുആയുമില്ല, ദിക്റുമില്ല, മൗലിദുമില്ല, റാത്തീബുമില്ല, ഒന്നുമില്ല എന്ന് ഈ പറയുന്നവർ മുഴുവനും പറയുന്നത് ഞങ്ങളാ പോകുന്നേ, ബാക്കി എല്ലാവരും നരകത്തിലാ, ഞങ്ങൾ മാത്രമേ പോകൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ 73 വിഭാഗത്തിലും താടിയും തഴമ്പും, താടിയുടെ നീളം കണ്ട വല്ലാത്ത നീളവാ, പച്ച ഷാള് വിട്ടുകൊണ്ട് തലപ്പാവം കെട്ടി നിസ്കാര തഴമ്പും ഹാഫിളും ആലിമും തങ്ങന്മാര് വരെ ഇതിൻ്റെ മുമ്പന്തിയിൽ നിൽക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ കുട്ടികൾ ചോദിക്കുന്നത്, അവിടെയും തങ്ങന്മാരില്ലേ, അവിടെയും ഉസ്താദന്മാരില്ലേ, ഇവരല്ലേ നേതൃത്വം കൊടുക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊന്നാര ചങ്ങാതി, ശൈത്താനും വലിയ ഉസ്താദായിരുന്നു, വലിയ അറിവുള്ള ആളായി ഇബ്ലീസ്. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ഉസ്താദാണ് അസാസിയിൽ. അപ്പം നമ്മൾ പഠിക്കേണ്ടത് അതിലൊന്നും കാര്യമില്ല, താടിയിലും തഴമ്പിലൊന്നും കാര്യമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദാണ് ചെയ്യുന്നതെങ്കിലും തെറ്റ് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉസ്താദന്മാർ ചെറുപ്പക്കാർ ചോദിക്കും, അവിടെ ഉസ്താദന്മാരും തങ്ങന്മാരൊക്കെ ഇല്ലേ? പൊന്നാര ചങ്ങാതി, ആകാശത്തിൻ്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആലിമാണെന്ന് മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആകാശത്തിൻ്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? നിങ്ങളെന്താ ഇപ്പം ഇങ്ങനെ വെടികൊണ്ടതുപോലെ ഇരിക്കണം? ആരാ? എന്താ വല്ല പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആകാശത്തിന്റെ കീഴിൽ നടക്കുന്നതിൽ ഏറ്റവും നല്ല ആളാരാ? പറയടോ. ആരാ താത്തമാരെ? ഉസ്താദന്മാര്. അള്ളാഹു ഞങ്ങളെയൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. ഏറ്റവും തലതിരിഞ്ഞവനാരാ? നിങ്ങളെന്തെങ്ങനെ ഇരിക്കണേ? ഏറ്റവും തലതിരിഞ്ഞവനാരാ? ആരാ താത്തമാരെ? ആരാ? ഉസ്താദന്മാർ തന്നെയാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഏറ്റവും നല്ലതാരാ? ഉസ്താദന്മാര്. ഏറ്റവും തലതിരിഞ്ഞതും ആലിമീങ്ങളാ. ഏറ്റവും മോശമായതും ഉസ്താദ് തന്നെയാ. നിങ്ങൾ വീട് കുറ്റിയടിക്കാനും കട ഉദ്ഘാടനം ചെയ്യാനും കല്യാണം നടത്താനും ഉദ്ഘാടനത്തിന് മുഴുവനും വിളിക്കുന്നത് ഉസ്താദന്മാരെയാ. അങ്ങനല്ലേ? അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങളൊന്നും വിളിക്കൂലേ? ഇപ്പം വിളിക്കത്തൊന്നുമില്ല. ഇപ്പോൾ ഉസ്താദിനെ കട ഉദ്ഘാടനം ചെയ്യണമെങ്കിൽ രാവിലെ 4 മണിക്ക് സുബൈക്ക് മുമ്പേ വിളിച്ചുകൊണ്ട് പോയിട്ട് ആരും കാണാതെ ഷട്ടർ പൊക്കി അടയിൽ കയറ്റും, കള്ളനെ കയറ്റുന്ന പോലെ. രാവിലെ വെളുപ്പാങ്കാലത്ത് ആരെയും കാണാതെ ഉസ്താദിനെ കൊണ്ടുപോയി സുബൈക്ക് മുമ്പ് കൊണ്ടുപോയി വീടിന് അവിടെ കടക്കകത്ത് കയറ്റി ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് ദുആ ചെയ്തു പോയി. 10 മണിയാകുമ്പോൾ പിന്നെ ഹൂറില്ലീങ്ങൾ വരുന്നത് പോലെ വരും, VVIPകൾ. അത് വേറെ. ഞാൻ പറഞ്ഞത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഉസ്താദന്മാരെ കൊണ്ടുപോകുന്നേ, അത് ബറക്കത്തുള്ള കാര്യമാണ്. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇനി നരകം ഉദ്ഘാടനം ചെയ്യും അല്ലാഹ്. നരകത്തെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അള്ളാഹു ആദ്യം എടുത്തു വെക്കുന്ന ശരീരത്തിൽ ഒരു ശരീരം ഉസ്താദിന്റെ ശരീരമാണ്. ഒരു ഉസ്താദിന്റെ ശരീരം വെച്ചിട്ട് അള്ളാഹു നരകത്തെ കത്തിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഞാൻ തലമുറയെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ 73 വിഭാഗത്തിൽ സ്വർഗത്തിൽ കിടക്കുന്നത് ഒരേ ഒരു വിഭാഗമേ ഉള്ളൂ. ആ ഒരു വിഭാഗമാരാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുന്ന് സ്വഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ,
പടച്ചവനെ അങ്ങനെ പല 4 ഇമാമുമാര്, അവിടെ ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, പടച്ചവനെ തലമുറകൾ കൈമാറി വന്ന ആദർശമുണ്ടല്ലോ, അവര് പഠിപ്പിച്ചു തന്ന പരിശുദ്ധമായ ദീനുണ്ടല്ലോ, പടച്ചവനെ ആ ആദർശം മുറുകെ പിടിച്ചു ജീവിക്കുന്നവർ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാരുണ്ടല്ലോ, പച്ച മലയാളത്തിൽ പറഞ്ഞ സുന്നികള്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, സമസ്തയുടെ 100ാമത്തെ വാർഷികം നടന്നല്ലോ സഹോദരാ. പടച്ചവനെ തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ആദർശമെന്ന് പറഞ്ഞ ഒരു വാക്കില് സമസ്തയുടെ നേതൃത്വം പറഞ്ഞ, അല്ലാഹുവേ ഏതെങ്കിലും ഒരു ആദർശത്തിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം തിരിച്ചു പറയേണ്ട ഗതി വന്നിട്ടില്ല സഹോദരാ, മാറ്റി പറയേണ്ട അവസ്ഥ വന്നിട്ടില്ല. അന്ന് പറഞ്ഞാലും ഇന്ന് പറഞ്ഞാലും 100 കൊല്ലമല്ല, ഖിയാമത്ത് നാൾ വരെ പറയുന്ന ആദർശം മാറ്റൂലടോ. അതാണ് പടച്ചവനെ സമസ്ത എന്ന് പറയുന്നത്. അതിനാണ് ആ കുട കീഴിലേക്ക് മക്കളെ കൊണ്ടു ചേർക്കാൻ പറയുന്നത്. പടച്ചവനെ സംഘടനയല്ല, അതൊരു സംഘടനയല്ല, അതൊരു പാർട്ടിയല്ല. പടച്ചവനെ അധികാരമോഹങ്ങൾ ഇഷ്ടപ്പെടുന്നവരില്ല, അതൊരു വഴിയാടോ. സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയാണ്. വഴി ഇങ്ങനെ പോകുമ്പോ പല വഴികൾ കാണുകയാണ്. പല വഴികൾ കാണുമ്പോ ആ വഴി തെറ്റി പോകുന്ന മനുഷ്യന് ഒരു ഗൂഗിൾ മാപ്പ് പോലെ ആ വഴി തെറ്റുന്നവന് വഴി കാണിച്ചു കൊടുക്കുന്ന പ്രസ്ഥാനമാണ് സമസ്ത. അല്ലാഹുവേ, അതിന്റെ പിന്നിൽ അണിനിരക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. ആരൊക്കെ പറഞ്ഞാലും ആ ഒരു വിഭാഗം പടച്ചവനെ നമ്മളാടോ. പടച്ചവനെ പരിഹസിക്കേണ്ടവർ പരിഹസിക്കട്ടെ, കളിയാക്കേണ്ടവർ കളിയാക്കട്ടെ. എന്തൊക്കെ പറഞ്ഞാലും അൽഹംദുലില്ലാഹ് ആ ഒരു വിഭാഗം സുന്നികളാടോ. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, സുന്നത്തു ജമാഅത്തിന്റെ അഖിലുകാരാണ്. അത് ഏതുമാകട്ടെ, സുന്നികൾ എന്നും സുന്നികളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തങ്ങളവിടെ ഐക്യ പ്രഖ്യാപനം നടത്തി. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, നീ ഐക്യം നൽകണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ആദർശം പഠിപ്പിച്ചു കൊടുക്കൂ. ഉസ്താദ് വേണം മയ്യത്ത് നിസ്കരിക്കാൻ, എൻ്റെ ഖബറിന്റെ ചാരത്ത് വന്ന് ദുആ ചെയ്യണം. പടച്ചവനെ, മരിക്കുന്നതിനും ജീവിച്ചിരിക്കുന്ന പിതാവ് സ്വന്തം വസിയത്ത് ചെയ്യുകയാണ്. മക്കൾ കാരണം സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട വാപ്പാ, നിന്റെ രക്തത്തിൽ പിറന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം മക്കളാകൂല. ഉമ്മ, നീ പ്രസവിച്ചതാണെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം മക്കളാകണമെന്നില്ല. മക്കളാകണമെങ്കിൽ എങ്ങനെ ആകണമെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ശൈഖുൽ അംബിയാ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷക്കാലം പടച്ചവരെ 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ പ്രവാചകനാണ്. അതുപോലെ ലോകത്ത് ഒരു നബിയും പ്രബോധനം നടത്തിയിട്ടില്ല. 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബി അലൈഹിസ്സലാം അവസാനം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ കനാൻ എന്ന് പറയുന്ന പൊന്നുമോൻ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങുകയാണ്. വാപ്പയുടെ ആദർശമല്ല, വാപ്പ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വാസമില്ല. അവസാനം തന്റെ പൊന്നാര മകന് വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങുമ്പോ വാപ്പ കപ്പൽ കൊണ്ട് നിർത്തിയിട്ട് വിളിക്കുന്നു, യാ ബുനയ്യ, ഉപ്പാട പൊന്നുമോനെ, വാപ്പാട കൂടെ കപ്പലിൽ കേറടാ, വാപ്പാട ആദർശം മുറുകെ പിടിക്ക്. ഇത് സാധാരണ വെള്ളപ്പൊക്കമല്ല, ഇത് അല്ലാഹുവിന്റെ അദാബാ, ഇതല്ലാന്റെ അദാബാ. വാമോനെ എന്ന് തന്റെ പൊന്നാര മകനെ വിളിക്കുമ്പോ വാപ്പാടെ പണി നോക്കിക്കോ. ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടും. തന്റെ പൊന്നാര മകന്റെ മറുപടി അതാണ്. അവസാനം തന്റെ കണ്ണിന്റെ മുമ്പിൽ കിടന്നിട്ട് നൂഹ് നബിയുടെ മകൻ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങുമ്പോ നൂഹ് നബി വാപ്പയാ, നൂഹ് നബി വാപ്പയാ, അല്ലാഹു
അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, വനാദാ നൂഹുൻ റബ്ബഹു ഫഖാല റബ്ബി ഇന്ന ഇബ്നീ. അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ, ഇത് എന്റെ മകനാണ് റബ്ബേ, ഈ വെള്ളത്തിൽ കിടന്ന് മുങ്ങിച്ചാകുന്നത് എന്റെ മകനാണ് പടച്ചവന്, എന്റെ കുടുംബമാണ് പടച്ചവന്. അല്ലാഹ് വ ഇന്ന വഅദകൽ ഹഖ്, നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, എന്റെ അഹ്ലിനെ നീ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന്, എന്റെ അഹ്ലിനെ സംരക്ഷിക്കുമെന്ന് നീ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നത് എന്റെ മകനാണ് റബ്ബേ. അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അവിടെ നിന്ന് ഖുർആൻ പറയുകയാ, വലൈസ മിൻ അഹ്ലിക, നൂഹേ, നിന്റെ ആദർശമല്ല നൂഹേ, നിന്റെ കുടുംബമല്ല നൂഹേ, വിട്ടേക്ക് നൂഹേ എന്ന് പരിശുദ്ധിച്ചിട്ട് കാര്യമില്ല. അല്ലാഹ്